Django tutorial chapter 6 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ചാപ്റ്റർ 6 ൽ നമ്മൾ പഠിക്കുന്നത് Django templates നെ കുറിച്ചാണ്. സോ ടെംപ്ലേറ്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു HTML ഫയലാണ്. സോ ഈ ഒരു ഫയൽ ഉപയോഗിച്ച് നമുക്ക് view ഫംഗ്ഷന്റെ സഹായത്തോടു കൂടി നമുക്ക് HTML ഡൈനാമിക് HTML വെബ് പേജസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതായിരിക്കും റെസ്പോൺസ് ആയിട്ട് നമ്മുടെ എൻഡ് യൂസറിന് ലഭിക്കുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആളിന് ലഭിക്കുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് ഒരു റെസ്പോൺസ് ആയിട്ട് ഒരു HTML പേജ് എങ്ങനെ സെർവ് ചെയ്യാം. സോ അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു HTML ഫയലാണ്. സോ HTML ഫയലിൽ നമ്മൾക്ക് വ്യൂ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡൈനാമിക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ടെംപ്ലേറ്റിലോട്ട് കൊടുക്കാൻ സാധിക്കും. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ഫോൾഡർ, അതായത് പ്രൊജക്റ്റിൻ്റെ ഔട്ടർ ഫോൾഡറിൽ, അതായത് നമ്മുടെ ബേസ് ഡയറക്ടറിയിൽ വരിക. സോ ഇത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ സെറ്റിംഗ് അടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റ് ഫോൾഡറാണ് രണ്ടാമത്തെ Django ട്യൂട്ടോറിയൽ. നമ്മുടെ മെയിൻ ഫോൾഡറിൽ ബേസ് ഡയറക്ടറിയിൽ വരിക. ഓക്കെ, നമ്മുടെ ഡാറ്റാബേസും അതുപോലെ manage.py നമ്മുടെ ഹോം ആപ്പും നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറും എല്ലാം അടങ്ങിയിട്ടുള്ള ബേസ് ഡയറക്ടറിയിൽ വരിക. ശേഷം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ്സ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോം ആപ്പിൽ പോയതിനു ശേഷം view.py യിൽ പോവുക. ഓക്കെ, സോ നമുക്കിവിടെ ഇനി ലഭിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ് നമ്മൾ റെസ്പോൺസ് ആയി കൊടുത്തത്. ഇനി നമുക്കൊരു HTML ഫയലാണ് നമ്മൾ HTML ഫയലാണ്, അതായത് നമ്മുടെ ടെംപ്ലേറ്റ് ആണ് നമ്മൾ റെസ്പോൺസ് ആയി കൊടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യാം. സോ റിട്ടേൺ റെൻഡർ ഫംഗ്ഷൻ റെൻഡർ, ഇതിൽ രണ്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കണം. ആദ്യത്തെ നമ്മുടെ റിക്വസ്റ്റ്, രണ്ടാമത്തെ നമ്മുടെ ടെംപ്ലേറ്റ് നെയിം. സോ നമ്മുടെ ടെംപ്ലേറ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് index.html എന്നായിരിക്കും. സോ നമ്മളിവിടെ index.html എന്ന് കൊടുക്കുന്നു. ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കേണ്ടത്, index.html. സോ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം Django ഷോർട്ട് കട്ട് എന്ന് പറയുന്ന മോഡലിൽ നിന്ന് നമ്മൾ റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. സോ അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ശേഷം നമ്മൾ സേവ് ചെയ്യുക. ഇനി നമുക്ക് index.html എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മളതിന് ചെയ്യേണ്ടത് നമ്മൾ ടെംപ്ലേറ്റ്സിൽ പോവുക, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, index.html. സോ നമ്മളിവിടെ HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ HTML5 ബോയിലർ പ്ലേറ്റ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതുപോലെ നമ്മുടെ ഒരു ബോയിലർ പ്ലേറ്റ്, അതായത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, ഹോം ഒന്ന് കൊടുക്കാം ടൈറ്റിൽ. ഓക്കെ, ഹോം. ബോഡിക്കുള്ളിൽ നമുക്ക് ഈ കമൻറ്റ് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ബോഡിക്കുള്ളിൽ നമുക്കൊരു h1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, h1. സോ ഇതിനുള്ളിൽ ഹോം പേജ് എന്ന് കൊടുക്കാം, ഹോം പേജ്. സോ ഇത് നമ്മുടെ HTML ഫയലാണ്. സോ നമ്മൾ ശേഷം സേവ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടെംപ്ലേറ്റ്സ് ഫോൾഡർ നമ്മുടെ പ്രൊജക്റ്റ് സെറ്റിങ്ങിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതിൽ settings.py ഓപ്പൺ ചെയ്യുക. സോ ഇതിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് DIRS എന്ന് കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കുക, ഒരു സ്ട്രിങ് ആയിട്ട് ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കുക, ടെംപ്ലേറ്റ്സ്. ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമ്മുടെ ഹോം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജ് എന്ന് നമ്മുടെ h1 എലമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വ്യൂ പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു h1 ഹോം പേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു HTML പേജാണ് ഇപ്പോൾ നമ്മൾ റെൻഡർ ചെയ്തത്. സോ നമ്മൾ ചെയ്തത് ആദ്യമായി നമ്മൾ വ്യൂസിൽ പോയതിന് ശേഷം നമ്മൾ ഫംഗ്ഷനിൽ റിട്ടേൺ റെൻഡർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തു. ശേഷം നമ്മുടെ HTML പേജിൻ്റെ പേരും കൊടുത്തു. സോ ഈ രീതിയിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് നമുക്ക് റെസ്പോൺസ് ആയി കൊടുക്കാൻ സാധിക്കും. സോ ഇനി ബാക്കിയുള്ള അബൌട്ട്, ബുക്കിംഗ്, ഡോക്ടേഴ്സ്, കോൺടാക്റ്റ്, ഈ എല്ലാ HTML പേജസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. about.html, doctors.html, അതുപോലെ നമുക്ക് contact.html, അതുപോലെ booking.html. സോ 1 2 3 4 5. സോ നമുക്ക് വ്യൂസിൽ പോയി നോക്കാം. കോണ്ടാക്ട് ഡോക്ടേഴ്സ്, ബുക്കിംഗ്, എബൌട്ട്, കോണ്ടാക്ട് ഡോക്ടേഴ്സ്, ഇൻഡെക്സ്, ബുക്കിംഗ്, എബൌട്ട്. ഓക്കെ, സോ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഒരു
ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ ഡിപ്പാർട്ട്മെൻറ്റ്, സോ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു HTML കൂടി ക്രിയേറ്റ് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് .html. സോ എല്ലാം തൽക്കാലം നമുക്ക് ക്ലോസ് ചെയ്യാം. സോ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് index.htmlലെ ഈ സംഭവം നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം നമുക്ക് എബൌട്ടിൽ പോവാം, പേസ്റ്റ് ചെയ്യാം. നമുക്ക് ടൈറ്റിൽ മാറ്റി കൊടുക്കാം എബൌട്ട് എന്ന്, എബൌട്ട്. സോ നമുക്കിത് എബൌട്ട് പേജ് എന്ന് കൊടുക്കാം, എബൌട്ട് പേജ്. സെയിം നമുക്ക് ബുക്കിങ്ങിൽ പോകാം, പേസ്റ്റ് ചെയ്യാം. ബുക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് കൊടുക്കാം, അപ്പോയിൻമെൻറ്റ് ഹെഡിങ്. സോ ബുക്കിംഗ് പേജ്. അതുപോലെ കോണ്ടാക്റ്റ് പേജ്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് പേജ്. അതുപോലെ ഡോക്ടേഴ്സ് പേജ്. എല്ലാം സേവ് ചെയ്യുക. എബൌട്ടായി, അതുപോലെ ബുക്കിംഗ് ആയി, കോണ്ടാക്റ്റായി, ഡിപ്പാർട്ട്മെൻറ്റായി, ഡോക്ടേഴ്സായി, നമ്മുടെ ഇൻഡെക്സായി. സോ ഇതെല്ലാം നമുക്കിനി സെർവ് ചെയ്യാം. സോ views.py പോയതിനു ശേഷം നമുക്ക് ഫംഗ്ഷനുമായി ഇതിനെല്ലാം ബന്ധിപ്പിക്കാം. നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, റിട്ടേൺ റെൻഡർ, താഴെ പേസ്റ്റ് ചെയ്യാം. സോ നമുക്ക് HTML ഫയലിനായി മാറ്റി കൊടുക്കാം. എബൌട്ട്, നമുക്ക് about.html. അതുപോലെ ബുക്കിങ്ങിന് നമുക്ക് booking.html. അതുപോലെ ഡോക്ടേഴ്സ് നമുക്ക് doctors.html. അതുപോലെ contact.html. അതുപോലെ പിന്നെ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഡിപ്പാർട്ട്മെൻറ്റ്.html സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോം എന്ന് ലഭിക്കും. അതുപോലെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് പേജ് ലഭിക്കും. അതുപോലെ നമുക്ക് ഡോക്ടേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പേജ് ലഭിക്കണം. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ URL നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ നമ്മൾ URL പോവുക. സോ താഴെ ഈ ഒരു പാത്ത് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുക. സോ നമുക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് സേവ് ചെയ്യാം. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് പേജാണ് ലഭിക്കുന്നത്. സോ സംഭവം എന്താണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ view.ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കുക. ഫംഗ്ഷൻ നമുക്കിവിടെ അസൈൻ ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്ക് പോയി റീഫ്രഷ് ചെയ്ത് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് പേജ്, അതുപോലെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ നമുക്ക് കോണ്ടാക്റ്റ് പേജ്, അതുപോലെ നമ്മൾ ബുക്കിംഗ് നോക്കിയതായിരുന്നു, ഓർമ്മയില്ലേ, ഒന്നുകൂടി നോക്കാം. ബുക്കിംഗ് പേജ്. സോ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ നമ്മൾ ഹോം പേജിലോട്ട് തന്നെ പോകുന്നു. ഹോം പേജ്. സോ ഇത്തരത്തിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാം. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് HTML പേജാണ്. പക്ഷേ നമുക്കതിൽ ഡൈനാമിക് കണ്ടൻറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് ടെംപ്ലേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.